ഇവള് കള്ളം പറഞ്ഞാണെങ്കിൽ ഇവളെ കൊണ്ട് കോടതിയിലാക്കണം. കൊച്ചിനെ അങ്ങനെ ചെയ്യാൻ പാടില്ല. വിത്തൗട്ട് എൻക്വയറി പെൺകുട്ടി പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അറസ്റ്റ് ചെയ്യാന്ന് പറയുന്നത് ആൺകുട്ടികളും കണക്കാണ്, പെൺകുട്ടികളും കണക്കാണ്. ഏതൊരു കേസാണെങ്കിലും സത്യം എന്താണെന്ന് മനസ്സിലാക്കേണ്ട സ്ത്രീകൾക്ക് മുൻഗണന കൊടുത്ത് അവർക്ക് എന്ത് വേണമെങ്കിൽ ആക്കാന്നുള്ളതിനോട് ഒട്ടും യോജിപ്പില്ല. സിമിലർ പ്രൊട്ടക്ഷൻ ആണുങ്ങൾക്ക് വേണം. അവർക്ക് അതിൻ്റെതായ ഒരു മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. നമ്മൾ നല്ല പറഞ്ഞാലും ചീത്ത പറഞ്ഞാലും മോശമായില്ല എല്ലാത്തിനും എത്തിപ്പെടണം. പുരുഷന്റെ ഭാഗത്തു നിന്ന് ആരും ചിന്താഗതി കുറവാണ്. ഒരു ആൺകുട്ടിക്കെതിരെ ഒരു പെൺകുട്ടി ചെയ്താൽ അതിന് എതിരെ എന്തെങ്കിലും നിയമപരീക്ഷ നമുക്ക് ഇവിടെ ഉണ്ടോ? പോക്സോ നിയമങ്ങളുടെ ദുരുപയോഗവും പുരുഷന്മാർ സമൂഹത്തിൽ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചുമുള്ള അഭിപ്രായം എന്താണെന്നറിയാം. പൊതുവെ സ്ത്രീകൾ കൊടുത്തു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല, എല്ലാം വേഗം ഇതാക്കുന്നുള്ളതിനോട് നല്ലൊരു ഇതുണ്ട്. കാരണം അവരത് വെച്ച് മുതലെടുപ്പ് നടത്തല്ലേ ശരിക്കും ചെയ്യണത് അല്ലേ. യഥാർത്ഥ ഫാക്റ്റ് എന്താ, ഏതൊരു കേസാണെങ്കിലും സത്യം എന്താണെന്ന് മനസ്സിലാക്കേണ്ട സ്ത്രീകൾക്ക് മുൻഗണന കൊടുത്ത് അവർക്ക് എന്ത് വേണമെങ്കിൽ ആക്കാന്നുള്ളതിനോട് ഒട്ടും യോജിപ്പില്ല. ശരിക്കത് മുതലെടുപ്പ് നടത്തുകയാണ്. പൊതുവെ പറയാൻ വെച്ചാൽ ഇല്ലാന്ന് തന്നെ പറയാൻ പറ്റും. കാരണം സ്ത്രീകൾക്കാണ് ഇവിടെ മുൻഗണന. എന്നാലും വേണം, എന്നാലും പുരുഷന്റെ ഭാഗത്തു നിന്ന് ആരും ചിന്താഗതി കുറവാണ്, ചിന്തിക്കുന്നത് കുറവാണ്. നമ്മൾ എന്തായാലും അവർക്കും കൂടി ഒരു പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിൽ നിയമം കൊണ്ടുവരണം രണ്ടുപേർക്കും. കാരണം ഇതിപ്പോൾ സ്ത്രീകൾ മിക്കവരും ദുരുപയോഗം ചെയ്യുന്നുണ്ട് ഈ നിയമങ്ങളൊക്കെ. ആ ഒരു സംഭവം ഒഴിവാക്കി കാര്യം അന്വേഷിച്ചിട്ട് പിടികൂടുക, അങ്ങനെയൊക്കെ വെച്ചാൽ കുഴപ്പമില്ല. ഇത് പക്ഷേ സ്ത്രീയുടെ ഭാഗത്ത് നിന്നിട്ട് ആ ഒരു കേസ് എന്താണെന്നും കൂടി നോക്കാണ്ട് അങ്ങോട്ട് പിടികൂടുന്നൊരു നിലപാടിന് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒന്നില്ലെങ്കിൽ ഇത് പുരുഷന്മാരിപ്പോൾ സ്ത്രീകൾക്കെതിരാണ് കേസ് കൊടുക്കണമെന്ന് വെച്ചാൽ പുരുഷന്മാരൊക്കെ അന്വേഷിച്ചിട്ട് അങ്ങനെ ചെയ്യുള്ളൂ. പക്ഷേ നേരെ തിരിച്ച് സ്ത്രീകളുടെ ഭാഗത്തു നിന്നാണ് കേസ് വരുന്നതെന്ന് വെച്ചാൽ പുരുഷന്മാർ നേരെ പിടിച്ചകത്താക്കിയിട്ട് പിന്നെ അന്വേഷണം തന്നെ നടക്കുള്ളൂ. ആ ഒരു ചിന്താഗതിയും മാറ്റണം, ആ ഒരു സംവിധാനം തന്നെ മാറ്റണം എന്ന് ഒരു ഇതുണ്ട്. അതിപ്പോൾ നമ്മുടെ പോലീസുകാരുടെ കൾച്ചറിൻ്റെ കുഴപ്പമാണ്. അത് നമ്മൾ ബ്രിട്ടീഷുകാരാണ് ഇവിടെ കൊണ്ടുവന്നെങ്കിലും ഒരു ബ്രിട്ടീഷ് പോലീസ് ഒരാളെ ഒരു അറസ്റ്റ് ചെയ്യാന്നുള്ളതല്ലാതെ അയാളെ ദേഹത്തൊടാൻ അനുവാദമില്ല. അറസ്റ്റ് ചെയ്ത് മജിസ്ട്രേറ്റിന് മുമ്പിൽ കൊണ്ടുപോയി ഹാജരാക്കുക എന്നുള്ളതാണ്. അല്ലാതെ പോലീസിന് അധികം അതല്ല, ദേഹത്തൊടാനുള്ള അവകാശമില്ല. അപ്പം നമ്മൾ ബ്രിട്ടീഷുകാരാണ് ഇവിടെ പോലീസ് സിസ്റ്റം കൊണ്ടുവന്നെങ്കിലും അവരുടെ സിസ്റ്റം അല്ല ഇവിടെ ഫോളോ ചെയ്തത്. അവരിവിടെ വന്നിട്ട് ഫോളോ ചെയ്തത് അവരുടെ നാട്ടിലെ സിസ്റ്റമല്ല. അപ്പോൾ അതിൻ്റെ ഭവിഷ്യത്താണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അത് ശരിക്കും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടതാണ്. പണ്ട് നമ്മൾ 90-80 കാലഘട്ടത്തിലൊക്കെ സ്ത്രീകളോട് നമുക്ക് ഒരു ലവ് എന്ന സ്നേഹ രീതിയിലാണ് അല്ലെങ്കിൽ അതിലൊക്കെ നമുക്ക് സംസാരിച്ച പോലെ ധൈര്യം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ നമുക്ക് പറ്റില്ല. നമ്മൾ നല്ല പറഞ്ഞാലും ചീത്ത പറഞ്ഞാലും മോശമായില്ല എല്ലാത്തിനും എത്തിപ്പെടണം. അങ്ങനെ ഒരു കാലഘട്ടമാണ് ഇപ്പോൾ. പക്ഷെ അങ്ങനെ ഒരു ജീവിതമാണ് ഇപ്പോൾ പൊതുവേ ഉള്ളത് ജീവിതം. അതുകൊണ്ട് സ്ത്രീകളൊക്കെ ഞങ്ങൾ മാന്യമായിട്ട് പെരുമാറണം. പിന്നെ ഹോട്ടലിൽ വന്ന് കയറണ അമ്മൂമ്മ ഇന്നൊരു ചേച്ചി വന്ന് കയറിയിട്ട് 20,000 രൂപയും പോയി ചേച്ചിയുടെ ആധാർ കാർഡും എല്ലാം പോയിട്ട് ഞാൻ മൊത്തം ഇവിടെ കറങ്ങിയിട്ട് വണ്ടി കിട്ടി, ഈ സാധനം കിട്ടിയില്ല. ആ പരാതി കൊടുക്കാൻ പോയി പോലീസിൽ പറഞ്ഞിട്ട് കാര്യമില്ല, അതുകൊണ്ട് ഞങ്ങൾ കൊടുത്തില്ല. എനിക്ക് വണ്ടി കാശ് തന്നിട്ട് ആ ചേച്ചി ഉമ്മാവ് പോയി. അങ്ങനെ ഓട്ടോക്കാർക്കെല്ലാം മാന്യമായിട്ട് പെരുമാറണം. അങ്ങനെ പെരുമാറി പറ്റൂ, ഇല്ലെങ്കിൽ ഞങ്ങളുടെ സുരക്ഷിത ഞങ്ങൾ നോക്കണമല്ല. കേസുകൾ വരാണ്ടെങ്കിൽ അവനവൻ നോക്കണം. പിന്നെ സ്ത്രീകളോട് മാന്യമായിട്ട് പെരുമാറും. സ്ത്രീകളിൽ ആരോട് മാന്യമായിട്ട് പെരുമാറും, കുട്ടികളോട് മാന്യമായിട്ട് പെരുമാറേണ്ടി വരുമ്പോഴാണ് നമുക്ക് കേസ് വരുന്നത്. വ്യാജ പരാതി വരുമ്പോൾ നമ്മൾ അതിൽ ഇപ്പോൾ എനിക്കെതിരായാലും ചേച്ചിക്കെതിരായാലും നമ്മൾ പോലീസ് സ്റ്റേഷനിൽ ചെല്ലും. സ്ത്രീകൾക്കാണ് മുൻഗണന. അത് പൊതുവേ പോലീസ് സ്റ്റേഷനിൽ പറയാം. ഒരു ആണെന്ന് പറയുന്നതും സ്ത്രീ എന്ന് പറയുന്നതും വ്യത്യാസമുണ്ട് പോലീസ് സ്റ്റേഷനിൽ. അവരാദ്യം സ്ത്രീകളെടുക്കുള്ളൂ, തെറ്റശ്ശേരി നോക്കാറില്ല. അതൊക്കെ മാറണം, സ്ത്രീകൾ മാറ്റണം. അതായത് ഇപ്പോൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ആണുങ്ങൾക്ക് സുരക്ഷയുടെ കാര്യമല്ല, സുരക്ഷ എല്ലായിടത്തും ഉണ്ട്. പക്ഷേ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ റൂൾസ് ഉണ്ടോ? കാരണം ഇപ്പോൾ ഇരിക്കുന്ന റൂൾസ് ഒരു മേ ബി ഒരു അമെൻഡ് ചെയ്തിട്ടുണ്ടെന്ന് സമ്മതിക്കുന്നു. പക്ഷേ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ അത് എത്രത്തോളം സത്യമാണെന്ന് അന്വേഷിക്കാൻ ആദ്യം അത് കൺഫേം ചെയ്തിട്ട് മാത്രം. ഇപ്പോൾ ഈ പറയുന്ന കേസിൽ തന്നെ വൈദ്യപരിശോധന ആദ്യം നടത്തിയിരുന്നെങ്കിൽ തന്നെ കൊച്ചിൻ്റെ കാര്യത്തിൽ ഫേക്കാന്ന് പറയും. അത് കഴിഞ്ഞ് അവർക്കെതിരെ നടപടി എടുക്കാൻ പോയാൽ പോരെ. അല്ലാതെ ഇപ്പം ഒരു ഇതിലൊരു കേസ് വന്നു, ഉടനെ തന്നെ പോയി നടപടിയെടുത്തു. ഇപ്പം അവരുടെ ഡീറ്റെയിൽസ് എല്ലാം ഇപ്പം പ്രോബ്ലി അവൈലബിൾ ആവും. അപ്പോൾ അവരുടെ ഭാവി എന്തോ ഈ പറയണ എത്ര പേരാണില്ല, ഒരാളാണെങ്കിലും രണ്ടാളുടെ അവരുടെ ഭാവി പോയി.
സംഗതി ഫേക്ക് ആണെന്നാണ്. അതുപോലെ തന്നെയാണ് ഇപ്പം അത് പോലെ തന്നെ ബാക്കിയുള്ള ഇപ്പോൾ സീനിയേഴ്സ് ആർക്കെങ്കിലും ഒരു പരാതി വന്നു കഴിഞ്ഞാൽ അതങ്ങ് വൈഡ് സ്പ്രെഡ് ആവും. പക്ഷെ അത് ഫേക്ക് ന്യൂസ് ആണെങ്കിൽ ഫേക്ക് കൊടുത്തതിന് പരാതി വരും. ബട്ട് ഒരു ആൺകുട്ടിക്കെതിരെ ഒരു പെൺകുട്ടി ചെയ്താൽ അതിനെതിരെ എന്തെങ്കിലും നിയമപരീക്ഷ നമുക്കിവിടെ ഉണ്ടോ? ഇല്ല, എൻ്റെ അറിവിൽ അങ്ങനെ ഒരു നിയമമില്ല. അത് തന്നെയാണ് ഇപ്പം നിയമം സംരക്ഷിക്കാൻ വേണം, പക്ഷെ ദുരുപയോഗം ചെയ്യരുത്. ദുരുപയോഗം ചെയ്താൽ അത് ഇനി മറ്റൊരാൾ ചെയ്യാത്ത രീതിയിൽ അതിനുള്ള നിയമ വ്യവസ്ഥ വേണം. കാരണം ഇത് നിയമം ചെയ്തു എന്നുള്ള മാത്രമല്ല, നിയമത്തിൻ്റെ ദുരുപയോഗം ഉണ്ടാവരുത്. കാരണം ഇപ്പോൾ ഒരു കൊടുത്തു, അത് ഫേക്ക് കേസ് ആണെങ്കിൽ അതിന് സിമിലർ അല്ലെങ്കിൽ പിന്നെ ഒരാൾ റിപ്പീറ്റ് ചെയ്യാത്ത രീതിയിലുള്ള ശിക്ഷാ വ്യവസ്ഥ വേണം. അതുപോലെ തന്നെ ഇതുപോലുള്ള കാര്യങ്ങൾ ഇപ്പം ഒരു 21st സെഞ്ച്വറി എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ റിവേഴ്സ് ആയിട്ടൊരു കാര്യം ഉണ്ടായാൽ അതിന് സിമിലർ പ്രൊട്ടക്ഷൻ ആണുങ്ങൾക്ക് വേണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. എടുത്ത് ചോദ്യം ചെയ്യാന്നുള്ളതാണ് ഇപ്പോഴത്തെ നമ്മുടെ സിസ്റ്റം. പക്ഷെ അത് മാറ്റിയിട്ട് എൻക്വയറി നടത്തി അയാൾ ചെയ്തു തോന്നുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു എവിഡൻസ് ഉണ്ടെങ്കിൽ അയാൾ അറസ്റ്റ് ചെയ്യുക. ഇതായിട്ടുള്ള അല്ലാതെ വിത്തൗട്ട് എൻക്വയറി ഒരു പെൺകുട്ടി പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അറസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട്, അയാളുടെ അവകാശത്തെ നിഷേധിക്കുന്നതാണ്. അതിന് ഞാൻ അങ്ങനെ തന്നെ പറയുള്ളൂ. അയാളുടെ അവകാശം നിഷേധിക്കരുത്. അയാൾക്ക് ജെനുവനായിട്ട് അയാൾ തെറ്റ് തന്നെ ശിക്ഷിക്കണം. പക്ഷേ ഇത് എൻക്വയറി പോലും നടത്താതെ കൊണ്ടുപോയിട്ട് ഇത് ചെയ്യുന്നത് ശരിയല്ല. മേക്ക് ആൻ എൻക്വയറി, then needs proof they can arrest you. സംഭവം എന്തായാലും അവർ ചെയ്ത് ശരിയല്ല. അത് ആണുങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ഇവർക്ക് ഒരു പരാതി കിട്ടി അപ്പം തന്നെ അത് അന്വേഷിക്കാണ്ട് ചെയ്തത് അവർക്ക് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഇപ്പോൾ വേറെ എനിക്കങ്ങനെ കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. കാരണം പത്തനംതിട്ടല്ലേ, ഇവിടെ എറണാകുളമല്ലേ നമ്മൾ. പിന്നെ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ലല്ലോ. അപ്പോൾ നമ്മൾ അറിഞ്ഞിടത്തോളം അത് ശരിയല്ല. അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകും. കാരണം ഇത്തരം ഇനി അവർക്ക് അതിൻ്റേതായ ഒരു മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. ഇവള് കള്ളം പറഞ്ഞാണെങ്കിൽ ഇവളെ കൊണ്ട് കോടതിയിലാക്കണം. ആ കൊച്ചിന് നിരപരാധിത്വം തെളിയിക്കണം. ആൺപിള്ളേരുടെ നിരപരാധിത്വം തെളിയിക്കണം. അവരല്ല സുരക്ഷിതരല്ല, ഇവളെ പിടിക്കണമെന്നാണ് ഞാൻ പറയണത്. അങ്ങനെ കൊച്ചിനെ അങ്ങനെ ചെയ്യാൻ പാടില്ല. നിയമത്തിൻ്റെ പേരിൽ കുറ്റമെടുക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം കൊച്ചി തെറ്റിയിട്ടില്ല. നമ്മളത് എന്താ വെച്ചാൽ ചെയ്യുന്നവരെ പോലീസ് കേസായാലും അത് കേസായാലും കോടതി പോയാലും അത് ചെയ്യണത് ആ കൊച്ചിന് വേണ്ടിയിട്ട് അനുവദിക്കണം. ആൺകുട്ടികളെയും പെൺകുട്ടികളും പറയാൻ പറ്റില്ല. ആൺകുട്ടികളും കണക്കാണ്, പെൺകുട്ടികളും കണക്കാണ്.